യൂഷ്വലി ഹായ്, കെനിയയിലെ മസായിമാരയിൽ നിന്നുമുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നൂറ്റാണ്ടുകളായി ഭൂമിയിലെ വന്യജീവികളുമായി സഹവസിക്കുന്ന അർത്ഥനാടോടികളായ മസായി ജനതയുടെ നാടായ ഏകദേശം 1510 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള മസായിമാര അവിശ്വസനീയമായ സസ്യജന്തുജാലങ്ങൾക്ക് പേരുകേട്ടതാണ്. ഈ റിസർവ് ബിഗ് 5 എന്ന് പൊതുവെ വിളിക്കുന്ന സിംഹം, പുള്ളിപ്പുലി, കാണ്ടാമൃഗം, ആന, കേപ്പ് എരുമ എന്നിവയ്ക്കും ചീറ്റകൾ, കഴുതപ്പുലികൾ, ജിറാഫുകൾ, സീബ്രകൾ, വിൽ ബീസ്റ്റുകൾ എന്നിവയുടെയും ആവാസ കേന്ദ്രമാണ്. വർഷം തോറും നടക്കുന്ന ഏറ്റവും മനോഹരമായ വന്യജീവി സംഭവങ്ങളിലൊന്നായ ഗ്രേറ്റ് മൈഗ്രേഷൻ കാണുവാനായി ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നു. എല്ലാ വർഷവും 1.5 ദശലക്ഷത്തിലധികം വിൽഡ് ബീസ്റ്റുകൾ, 4 ലക്ഷം സീബ്രകൾ, 3 ലക്ഷം തോംസൺസ് ഗസലുകൾ എന്നിവ ടാൻസാനിയയിലെ സെറൻഗെറ്റി ദേശീയോദ്യാനത്തിൽ നിന്ന് കെനിയയിലെ മസായിമാര ദേശീയ റിസർവിലേക്ക് പച്ചപ്പ് നിറഞ്ഞ മേച്ചിൽപ്പുറങ്ങളും വെള്ളവും തേടി 800ഓളം കിലോമീറ്റർ ദൂരം ഘടികാരദിശയിൽ സഞ്ചരിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഗ്രേറ്റ് മൈഗ്രേഷൻ. സിംഹങ്ങൾ, പുള്ളിപ്പുലികൾ, ചീറ്റകൾ, കഴുതപ്പുലികൾ എന്നിവയുടെ ഭീഷണിക്ക് പുറമെ മാറാ നദിയിലെ കലങ്ങിയ വെള്ളത്തിൽ പതിയിരിക്കുന്ന 3000-ലധികം മുതലകളെയും ഈ കൂട്ടങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു. ഈ കാലയളവിൽ ഏകദേശം 4 ലക്ഷം കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്നതോടൊപ്പം 2.5 ലക്ഷത്തോളം മൃഗങ്ങൾ ഇരയാക്കപ്പെടുന്നുണ്ടെന്നുള്ളതും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ജൂലൈ, ഒക്ടോബറാണ് മസായിമാരയിലെ ഗ്രേറ്റ് മൈഗ്രേഷന്റെ സമയം. ഞാൻ ഇതിന്റെ അവസാന ഘട്ടത്തിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. മൃഗങ്ങളൊക്കെ തിരിച്ചു പോകുന്ന സമയമായിട്ട് പോലും 10,000-കണക്കിന് മൃഗങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. മസായി ജനതയെക്കുറിച്ചും ഗ്രേറ്റ് മൈഗ്രേഷനെക്കുറിച്ചും കൂടുതലായി ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. മനസ്സുറപ്പുള്ളവർക്ക് മാത്രം നോക്കി നിൽക്കാവുന്ന ഒരു കാഴ്ചയുമായിട്ടാണ് ഞങ്ങളുടെ സഫാരി ഇന്ന് ആരംഭിക്കുന്നത്. ഒരു വിൽഡ് ബീസ്റ്റിനെ ഹൈന വേട്ടയാടി പിടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. ജീവൻ പോകുന്നതിന് മുമ്പ് ഹൈന ആ ശരീരം കടിച്ചു പറിക്കുന്നത് നോക്കി നിൽക്കാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരികയില്ല. ഹൈനയുടെ മുഖം രക്തത്താൽ ചുവന്ന നിറമായി മാറിയിരിക്കുന്നു. മാംസം വലിച്ചു പറിക്കുമ്പോഴും ആ സാധു ജീവി കിടന്ന് പിടയ്ക്കുകയാണ്. നമുക്ക് നോക്കി നിൽക്കാനേ സാധിക്കുകയുള്ളൂ. കാരണം ഇത് കാടിന്റെ നിലനിൽപ്പിന്റെ വിഷയമാണ്. പൊതുവെ മറ്റുള്ള മൃഗങ്ങൾ വേട്ടയാടുന്ന ഭക്ഷണം തട്ടിപ്പറിക്കുന്ന സ്വഭാവമുള്ള ഹൈനയുടെ ഈ വേട്ടയാടൽ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ഒന്നാണ്. നിങ്ങൾക്കിത് കാണാൻ വിഷമമുണ്ടെങ്കിൽ അടുത്ത ചാപ്റ്ററിലേക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിൽഡ് ബീസ്റ്റിന്റെ കുട്ടിയാണ് ഇരയാക്കപ്പെട്ടത്. വലിയ മൃഗങ്ങളെ കൂട്ടം ചേർന്ന് മാത്രമേ ഇവ ആക്രമിക്കാറുള്ളൂ. ഇരയെ കിട്ടിയാൽ തന്നെ അവ കൂട്ടമായി മാത്രമേ ഭക്ഷിക്കാറുമുള്ളൂ. കഴുതപ്പുലികൾക്ക് ശക്തമായ താടിയെല്ലുകളും അസ്ഥികൾ ഉൾപ്പെടെ ഏതാണ്ട് എന്തും തകർക്കാൻ കഴിയുന്ന ഒരു ദഹന വ്യവസ്ഥയുമുണ്ട്. അവിടെ വേറെയും ഹൈനകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവയൊന്നും ഇവന്റെ അടുത്തേക്ക് വരുന്നില്ല എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഏതായാലും ഇവനൊരു ധൈര്യശാലി തന്നെയാണ്. കൂട്ടത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടവനാകാനും സാധ്യതയുണ്ട്. വേഴാമ്പൽ വർഗത്തിലുള്ള ഏറ്റവും വലിയ വേഴാമ്പലാണ് സതേൺ ഗ്രൗണ്ട് ഹോൺബിൽ. കരയിൽ ജീവിക്കുന്ന 2 തരം വേഴാമ്പലുകളിൽ ഒന്നാണിത്. ആഫ്രിക്കയുടെ തെക്കുഭാഗത്താണ് ഇവയെ സാധാരണയായി കണ്ടുവരുന്നത്. മാംസബുക്കുകളായ ഇവ മണ്ണിലുള്ള ജീവികളെയാണ് ഭക്ഷിക്കുന്നത്. എന്നാൽ ഇവ കൂടുകൂട്ടാറുള്ളത് ഉയർന്ന മരങ്ങളിലാണ്. 60 വർഷം വരെ ജീവിച്ചിരിക്കുന്ന പക്ഷികളാണ് ഇവ. ഒരു ചീറ്റപ്പുലിയുടെ കുടുംബം കുറ്റിച്ചെടികളുടെ കീഴിൽ വിശ്രമിക്കുന്നുണ്ട്. രാവിലെ ഇതിലെ വന്നവർ ഇവരുടെ വേട്ടയാടൽ കണ്ടിരുന്നു. വേട്ടയാടിയ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം തണലത്ത് കിടന്ന് വിശ്രമിക്കുകയാണ് ഈ അമ്മയും കുഞ്ഞുങ്ങളും. നാഷിപ്പായി എന്ന ചീറ്റയും അവളുടെ 4 മക്കളുമാണിത്. ടോപ്പി എന്ന മാനിന്റെ കുട്ടിയെയാണ് ഇവർ വേട്ടയാടിയത്. അമ്മ ടോപ്പി മണിക്കൂറുകളായി ദൂരെ മാറി നിന്ന് ഇങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ്. അവൾ അനങ്ങാതെ നിൽക്കുകയാണ് തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയിൽ. അതേസമയം വയറു നിറഞ്ഞതിൻ്റെ സന്തോഷത്തിൽ നാഷിപ്പായും കുട്ടികളും തണലിൽ വിശ്രമിക്കുകയാണ്. നമ്മൾ പറയാറില്ലേ, ഒന്ന് വളമായെങ്കിലേ മറ്റൊന്ന് വളരുകയുള്ളൂ എന്ന്. നാട്ടിലായാലും കാട്ടിലായാലും ഈ പ്രകൃതി നിയമം എപ്പോഴും പാലിക്കപ്പെടുന്നു.
ഇവിടെ കുറച്ച് വാട്ട് ഹോഗുകൾ മേഞ്ഞു നടക്കുന്നുണ്ട്. ആഫ്രിക്കയിലെ പുൽമേടുകൾ, സാവന്നകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന പന്നിയുടെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു കാട്ടുമൃഗമാണ് വാട്ട് ഹോഗ്. സാധാരണ കാട്ടുപന്നികളേക്കാൾ വലിപ്പം കൂടിയവയാണ് ഇവ. വായിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മുകളിലേക്ക് വളഞ്ഞുള്ള തേറ്റകളും നീളമുള്ള വാലും ഇവയുടെ പ്രത്യേകതയാണ്. ചെറിയ ഗ്രൂപ്പായി വസിക്കുന്ന ഇവ അവയുടെ മൂക്കും തേറ്റകളും ഉപയോഗിച്ച് നിലത്ത് കുഴികൾ കുഴിക്കുന്നതിൽ വിദഗ്ധരാണ്. 50 കിലോമീറ്ററോളം വേഗത്തിൽ ഇവയ്ക്ക് ഓടാൻ കഴിയും. ഭീഷണി നേരിട്ടാൽ എതിർത്ത് നിൽക്കാതെ വാലും പൊക്കിപ്പിടിച്ച് വളരെ വേഗത്തിൽ ഓടുന്നത് കാരണം ഇവയെ കെനിയ എക്സ്പ്രസ് എന്ന് കളിയാക്കി വിളിക്കാറുണ്ട്. നാഷിപ്പായും കുട്ടികളും അവരുടെ വിശ്രമം തുടരുകയാണ്. അവരൊന്ന് എഴുന്നേറ്റ് വരുന്നത് നോക്കി ധാരാളം സഫാരി വാഹനങ്ങൾ ചുറ്റും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളും അരമണിക്കൂറിലേറെയായി പ്രതീക്ഷയിലാണ്. സാധാരണയായി ചീറ്റപ്പുലികൾ വയറു നിറയെ ഭക്ഷണം കഴിച്ചതിനു ശേഷം തിരക്കുകളിൽ നിന്നൊക്കെ മാറി സുരക്ഷിതമായ സ്ഥലങ്ങളിൽ വിശ്രമിക്കാറാണ് പതിവ്. പ്രത്യേകിച്ചും ഗ്രേറ്റ് മൈഗ്രേഷൻ നടക്കുന്ന ഈ സമയത്ത് സുലഭമായി ഭക്ഷണം ലഭിക്കുന്നതിനാൽ ചീറ്റകൾ എന്നും വേട്ടയാടാറില്ല. ആ സമയങ്ങളിൽ അവയെ കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. അവർ പുറത്തേക്ക് വരും എന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. കാട്ടിൽ ക്ഷമയുള്ളവർക്ക് മാത്രമേ നല്ല കാഴ്ചകൾ ലഭിക്കാറുള്ളൂ. പാവം ടോപ്പി അതേ നിൽപ്പാണ്. തൻ്റെ കുഞ്ഞിനെ ജീവനോടെ തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയിലാണ് അവൾ എന്ന് തോന്നുന്നു. നീണ്ട 1.5 മണിക്കൂർ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നാഷിപ്പായി പുറത്തേക്ക് വന്നു. അവൾ ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് നടന്നു വരുന്നത്. അതാണ് ഞങ്ങളുടെ ഡ്രൈവർ ഡേവിഡിന്റെ കഴിവ്. ചിലപ്പോൾ അവൻ നമ്മളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അത്ഭുതപ്പെടാറുണ്ട്. എന്നാൽ ഡേവിഡ് വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്കായിരിക്കും മൃഗങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല കാഴ്ച ലഭിക്കുന്നത്. മൃഗങ്ങളെ ട്രാക്ക് ചെയ്യുന്നതിൽ ഡേവിഡിന്റെ കഴിവ് അപാരമാണ്. ഓ, നാഷിപ്പായുടെ ആ വരവ് കണ്ടോ? പ്രൗഢിയും ഗൗരവവും നിറഞ്ഞ ആ മുഖം കാണാൻ തന്നെ എന്തു ഭംഗിയാണ്. എന്തോ ഉദ്ദേശിച്ചാണ് അവരുടെ വരവ്. ഞങ്ങൾക്കൊരു ഹണ്ടിങ് അവൾ സമ്മാനിക്കുമോ എന്നറിയില്ല. അടുത്തുള്ള ഒരു മണൽത്തിട്ടയിൽ കയറി അവർ ഇരിപ്പായി. ചീറ്റകൾക്ക് അസാധാരണമായ കാഴ്ചശക്തിയുണ്ട്. ദൂരങ്ങളും ആഴങ്ങളും കൃത്യമായി വിലയിരുത്താൻ സഹായിക്കുന്ന ബൈനോക്കുലർ കാഴ്ച നൽകുന്ന കണ്ണുകളാണ് അവരുടേത്. സന്തോഷം എന്നതിൻ്റെ മസായി പദമാണ് നാഷിപ്പൈ. ജീവിതത്തോടുള്ള പോസിറ്റീവും സന്തോഷകരവുമായ മനോഭാവം കൊണ്ടാണ് ഈ അമ്മച്ചീറ്റയ്ക്ക് അങ്ങനെ പേർ ലഭിച്ചത്. ചാരുതയ്ക്കും വേഗതയ്ക്കും പേരുകേട്ട അവൾ മസായിമാരയിലെ സൂപ്പർ മോഡൽ ചീറ്റയാണ്. ലോകമെമ്പാടുമുള്ള ഫോട്ടോഗ്രാഫർമാർ, വന്യജീവി പ്രേമികൾ എന്നിവർക്കിടയിൽ പ്രശസ്തയാണ് ഈ അമ്മച്ചീറ്റ. ഈ സമതലങ്ങളിലെ വെല്ലുവിളികളുമായി നന്നായി പൊരുത്തപ്പെട്ട അവൾ ഇപ്പോൾ പ്രായപൂർത്തിയായ 4 കുഞ്ഞുങ്ങളെ വിജയകരമായി വളർത്തിയെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ പ്രസിദ്ധീകരിക്കുമ്പോഴേക്കും നാഷിപ്പയുടെ കുഞ്ഞുങ്ങൾക്ക് ഏകദേശം 18 മാസം പ്രായമാവും. താമസിയാതെ അവ അമ്മയെ ഉപേക്ഷിച്ച് സ്വന്തമായി ഒരു ജീവിതം കണ്ടെത്തും. സമീപ ഭാവിയിൽ വരുന്ന സന്ദർശകർക്ക് ഇനി ഇവരെ ഒരുമിച്ച് കാണാൻ സാധിക്കുമോ എന്നെനിക്കറിയില്ല. നായാട്ട് കഴിവുകൾ കുട്ടികളെ പഠിപ്പിക്കുന്ന നാഷിപ്പയെയാണ് പലപ്പോഴും സന്ദർശകർ ഇവിടെ കണ്ടുമുട്ടാറുള്ളത്. ഇതും ഒരു പരിശീലന സെഷൻ ആണെന്നാണ് ഡേവിഡ് പറഞ്ഞത്. എത്രമാത്രം ബോൾഡായിട്ടാണ് അവർ ചുറ്റും കൂടി നിൽക്കുന്ന മനുഷ്യരുടെ ഇടയിൽ കൂടി നടന്നു പോകുന്നതെന്ന് നോക്കുക. ലക്ഷ്യമാണ് പ്രധാനം. വേട്ടയാടൽ കഴിവുകൾ അമ്മച്ചീറ്റകളിൽ നിന്ന് അവരുടെ കുഞ്ഞുങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ജീവിത നൈപുണ്യമാണ്. 18 മാസം ആകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ സ്വയം ആശ്രയിച്ച് അവയുടെ ഭക്ഷണം സ്വന്തമായി കണ്ടെത്തുവാൻ കഴിവ് നേടിയിരിക്കും. പെൺ ചീറ്റക്കുഞ്ഞുങ്ങളാണ് ഇവരുടെ ഇടയിൽ നിന്നും ആദ്യം പുറത്തേക്ക് പോകുന്നത്. ആൺകുഞ്ഞുങ്ങൾ ഒരുമിച്ച് നിൽക്കുകയും സഹോദരങ്ങളുടെ ഒരു സഖ്യം രൂപപ്പെടുത്തുകയും ചെയ്യും. ചീറ്റകളുടെ ആയുസ് ഏകദേശം 12 മുതൽ 14 വർഷം വരെയാണ്. ശരീരഘടനാപരമായ പരിമിതികൾ കാരണം ചീറ്റകൾക്ക് ദീർഘദൂരം ഓടാൻ കഴിയില്ല. മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗതയിൽ, ഉയർന്ന ഊർജ്ജ ചെലവ്, ശരീരം അമിതമായി ചൂടാകാനുള്ള സാധ്യത, പേശീക്ഷീണം എന്നിവ കാരണം ദീർഘനേരം ഓടുന്നത് അസാധ്യമാകുന്നു. ചീറ്റകൾക്ക് സാധാരണയായി 30 മുതൽ 60 സെക്കൻഡിൽ കൂടുതൽ ഉയർന്ന വേഗത നിലനിർത്താൻ കഴിയില്ല. തൽഫലമായി ഗസല്ലെ, മാൻകുഞ്ഞുങ്ങൾ തുടങ്ങിയ ചെറിയ മൃഗങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ദൂരം കുറഞ്ഞ അതിവേഗ ആക്രമണങ്ങളാണ് അവ നടത്താറ്. ആ 1 മിനിറ്റിനുള്ളിൽ അവരുടെ ശ്രമം വിജയിച്ചില്ലെങ്കിൽ വിശ്രമത്തിന് ശേഷം വീണ്ടും ആദ്യം മുതൽ ആരംഭിക്കേണ്ടതുണ്ട്. കുറച്ച് ഇമ്പാലകൾ ചീറ്റകൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. ഇവരെന്താ സ്വയം ആത്മഹത്യക്കുള്ള പുറപ്പാടാണോ? അപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്. ഇമ്പാലകളല്ല അവരുടെ ലക്ഷ്യം, മറിച്ച് അവിടെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന വാഡ്ഡോഗുകളെയാണ് അവർ ഉന്നമിച്ചിരിക്കുന്നത്. എത്രമാത്രം കോർഡിനേഷനോട് കൂടിയാണ് അവർ നീങ്ങുന്നത് എന്ന് കണ്ടോ? എങ്ങനെയാണ് ഇവർ ആശയവിനിമയം നടത്തുന്നത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. വാഡ്ഡോഗുകളെ പൊതുവെ ചീറ്റകൾ വേട്ടയാടാറില്ല. ഇത് ചീറ്റക്കുട്ടികളുടെ ഇര പിടിക്കാനുള്ള ഒരു പരിശീലനമാണ് ഇവിടെ നടക്കുന്നത്. ഏതായാലും വേട്ടയാടൽ ശ്രമം പരാജയപ്പെട്ടു. പരിശീലനം ആയതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ പ്രദേശത്തുണ്ടായിരുന്ന മറ്റു മൃഗങ്ങളൊക്കെ ഒന്ന് ഭയപ്പെട്ടു. കുട്ടി നഷ്ടപ്പെട്ട ടോപ്പി ഇവിടെയും എത്തിയിട്ടുണ്ട്. ചീറ്റകളുടെ വേട്ടയാടൽ ശ്രമം പരാജയപ്പെട്ടത് അവളെ സന്തോഷിപ്പിക്കുന്നുണ്ടാവും. ഇതെല്ലാം കണ്ടുകൊണ്ട് കുറേ ജിറാഫുകൾ കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. ചീറ്റകൾ സാധാരണയായി അവരെ ആക്രമിക്കാത്തത് കൊണ്ട് അവർക്ക് ഭയമൊന്നുമില്ല.
ഇന്നും ഞങ്ങൾക്കൊരു ലയൺ സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ 3 ദിവസ സഫാരിയിലും സിംഹങ്ങളുടെ ഇരപിടുത്തം കാണാൻ സാധിച്ചു എന്നത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇവിടെയും വേട്ടയാടി പിടിച്ച ഒരു സീബ്രയെ സിംഹങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും കഴിഞ്ഞ ദിവസം കണ്ട റോങ്കായ് പ്രൈഡിലെ സിംഹങ്ങൾ തന്നെയാണ്. എത്രയെണ്ണം ഉണ്ട് എന്നറിയത്തില്ല. പലരും പല സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുകയാണ്. സാധാരണയായി റിസർവിന്റെ കിഴക്കൻ ഭാഗത്തുള്ള റോങ്കായ് നദിക്കടുത്താണ് ഇവരെ കണ്ടുവരാറുള്ളത്. മസായി മാരയിലെ പ്രൈഡ് അസാധാരണമായ വേട്ടയാടൽ വൈദഗ്ധ്യത്തിനും ശക്തമായ സാമൂഹിക ബന്ധങ്ങൾക്കും പേരുകേട്ട സിംഹങ്ങളുടെ ഒരു കൂട്ടമാണ്. ഏകദേശം 6 പെൺസിംഹങ്ങളും 12 കുഞ്ഞുങ്ങളും ഒരു പ്രായപൂർത്തിയായ ആൺസിംഹവുമുള്ള ഈ കൂട്ടത്തിനെ നയിച്ചിരുന്നത് ലോർക്കുലപ്പ് എന്ന സിംഹമായിരുന്നു. എന്നാൽ ഈ വർഷം ജനുവരിയിൽ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ആന്റിലോപ്പായ എലാൻഡിനെ ഒറ്റയ്ക്ക് വേട്ടയാടിയപ്പോൾ മൂർച്ചയുള്ള കൊമ്പ് അവന്റെ വയറ്റിൽ തുളച്ചു കയറി. മാരകമായ മുറിവേറ്റ ആ ധീരശാലി കഴുതപ്പുലികൾക്ക് ഇരയായി. റോങ്കായി പ്രൈഡിന്റെ ഇപ്പോഴത്തെ നേതാവ് ആരാണെന്നുള്ള കാര്യം അറിവായിട്ടില്ല. എന്നാൽ റോങ്കായി പ്രൈഡ് ഇല്ലാതായെന്നും സെറീന നോർത്ത് പ്രൈഡിൽ നിന്ന് വേർപിരിഞ്ഞ ഒരു സംഘം ഇതിൽ വന്നു ചേർന്നെന്നും ഒക്കെ വാർത്തകളുണ്ട്. ദേ ഈ വരുന്ന സിംഹത്തിനെ ഒന്ന് നോക്കിക്കേ. ഞങ്ങൾ ഈ പ്രൈഡിനെ കാണുമ്പോൾ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന പ്രായപൂർത്തിയായ മറ്റൊരു ആൺസിംഹമാണ് ഈ നടന്നു വരുന്നത്. ഒരു പ്രൈഡിന്റെ കൂടെ ഇത്രയും വലിയ ഒരു ആൺസിംഹത്തിനെ ആദ്യമായിട്ടാണ് ഞങ്ങൾ മസായിമാരിൽ കാണുന്നത്. എന്തൊരു ഗാംഭീര്യമാണെന്ന് നോക്കിക്കേ. ആഫ്രിക്കയിൽ കാട്ടിലെ രാജാവ് ഇപ്പോഴും സിംഹം തന്നെയാണ്. ഇത്രയും ഗാംഭീര്യം വേറെ ഏത് മൃഗത്തിനാണുള്ളത്? പക്ഷേ ഇവൻ ഞങ്ങളെ ഒന്ന് പേടിപ്പിച്ച് കളഞ്ഞു. ഒരു കൂസലുമില്ലാതെ ഞങ്ങളുടെ അടുത്തേക്കാണ് അവൻ നടന്നു വരുന്നത്. പേടിക്കാതെ അനങ്ങാതെ ഇരുന്നാൽ മതിയെന്ന് ഡേവിഡ് പറയുന്നുണ്ട്. എന്നാലും അവൻ്റെ ടെറിട്ടറിയിൽ കടന്നു കയറിയ മനുഷ്യരല്ലേ നമ്മൾ. ഞങ്ങളുടെ വാഹനത്തിൻ്റെ അടുത്ത് വന്ന് ഞങ്ങളെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് അവൻ നടന്നകന്നു. പുറത്തിട്ടിരുന്ന കാൽ ബിബിൻ പതുക്കെ അകത്തേക്ക് വലിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ കുറച്ച് നിമിഷങ്ങളായിരുന്നു അത്. ഈ പോകുന്ന പക്ഷിയെ നിങ്ങൾക്കറിയാമോ? ടൈ കിട്ടിയ വെളുത്ത ഷർട്ടും കറുത്ത പാൻറ്റും ധരിച്ച് ഓഫീസിൽ പോകുന്ന ഒരാളെ പോലെ തോന്നുന്നില്ലേ? ഇതിൻ്റെ പേരാണ് സെക്രട്ടറി ബേർഡ്. ആഫ്രിക്കയിലെ തുറന്ന പുൽമേടുകളിലും സാവന്നകളിലും കാണപ്പെടുന്ന ഒരു വലിയ ഇരപിടിയൻ പക്ഷിയാണ് ഇത്. മൂർഖൻ ഉൾപ്പെടെയുള്ള വിഷമുള്ള ജീവികളെ കൊക്കുകൾ ഉപയോഗിക്കാതെ തന്നെ അവയുടെ ശക്തമായ കാലുകൾ ഉപയോഗിച്ച് ചവിട്ടി വേട്ടയാടാനുള്ള ഇവയുടെ കഴിവ് സവിശേഷമാണ്. മരങ്ങളുടെ ഉയരങ്ങളിലാണ് ഇവ സാധാരണയായി കൂടുകൂട്ടാറുള്ളത്. കാണ്ടാമൃഗത്തിനെ തേടിയുള്ള ഞങ്ങളുടെ യാത്ര ഇന്നും ഫലം കണ്ടില്ല. ഡേവിഡിന് അതിൽ സ്വല്പം പ്രയാസമുണ്ട്. എങ്കിലും തിരച്ചിൽ തുടരാമെന്നാണ് വിചാരിക്കുന്നത്. ബിഗ് 5കളിൽ കാണ്ടാമൃഗത്തെ മാത്രമേ ഞങ്ങൾക്ക് കാണാത്തതായുള്ളൂ. കാണ്ടാമൃഗത്തെ തേടിയുള്ള കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം.